നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഫ്രീ ട്രേഡിംഗ് ആൻഡ് ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആഡുകളുമൊക്കെ. ഇതിൻ്റെ അകത്ത് ഫ്രീ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ഇതിനൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കും. വളരെ എളുപ്പമാണ് പണം ഉണ്ടാക്കാൻ. നിങ്ങൾ വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വന്ന് ചേടിക്കോളൂ. ആകെ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. എൻ്റെ കൂടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏതൊക്കെ വാങ്ങിക്കണം വിൽക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇയാൾ നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട കാര്യം. ഇതിൻ്റെ പുറകിലുള്ള ഒരു വളരെ നിരുപദ്രവകരമായിട്ടുള്ളൊരു ബിസിനസ് ഞാൻ പറയാം. നിങ്ങൾ ഒരു ഞായറാഴ്ചകൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പല ഫ്രീ ട്രെയിനിങ്ങുകളും നടത്താറ് ഞായറാഴ്ച ലൈവ് ട്രെയിനിങ് ആയിട്ടാണ്. കുറേ പേര്, ആയിരക്കണക്കിന് പേരൊക്കെ എൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ സാധാരണ പറയും. ഞാൻ ഇന്ന കാലങ്ങളിലാണ് മെർച്ചൻറ്റ് ബാങ്കറായിരുന്നു, അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു, കഴിഞ്ഞ 10 വർഷത്തിനകത്ത് വന്നിട്ട് ഞാൻ എൻ്റെ 1 ലക്ഷം രൂപ ഞാൻ 10 കോടി രൂപയാക്കി എന്നൊക്കെ കുറേ പറയും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക. മിനിമം 1 ലക്ഷം രൂപ നിങ്ങൾ എൻ്റെ നിക്ഷേപിക്കുക. നിങ്ങൾക്ക് ടിപ്സ് തന്നുകൊണ്ടേയിരിക്കും. ഈ ടെലിഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ പൈസ ഒന്നും തരണ്ട. അതിൻ്റെ അകത്ത് ടിപ്സ് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ അകത്തുനിന്നുള്ള നടത്തുന്ന ആളുടെ ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒന്ന്, ഇദ്ദേഹം ഈ പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ലിങ്കിൻ്റെ റെഫറൽ പാർട്ട്ണറാകും. സബ് ബ്രോക്കർ ആകത്തില്ല, മിക്കവാറും റെഫറൽ പാർട്ട്ണറാകും. കാരണം സബ് ബ്രോക്കർ ആകാനും ആ ഒരു ബിസിനസ്സിൻ്റെ അകത്തൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് അധികമാണ്. പലരും ഡെപ്പോസിറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ വേണം. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം റെഫറൽ പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ട്രേഡ് ചെയ്തിട്ടുള്ളൊരു ബ്രോക്കറേജ്, ആ ബ്രോക്കറേജിൻ്റെ ഒരു നിശ്ചിത ശതമാനം, ചില ബ്രോക്കറേജ് ഫേംസൊക്കെ 80%, 90% ഒക്കെ റെഫറൽ പാർട്ട്ണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ റെഫറൽ പാർട്ട്ണർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ 20 രൂപ എന്ന് പറയുന്ന ബ്രോക്കറേജിൻ്റെ ഒരു 75%, 15 രൂപയോളം റെഫറൽ പാർട്ട്ണർക്കാണ് ലഭിക്കുക. അപ്പോൾ കൂടുതൽ ട്രേഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം അദ്ദേഹത്തിന് ലഭിക്കും. അങ്ങനെ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആളുകൾ ഓരോ ദിവസവും ഇരുന്ന് ലക്ഷക്കണക്കിന് ട്രേഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയാണ് വരുന്നത്. ഉദാഹരണമായി എല്ലാ ആഴ്ചയും ഇതേപോലത്തെ ഒരു ഫ്രീ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ടെന്ന് കരുതുക. എല്ലാ ആഴ്ചയും ഒരു 1000 പേര് വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫ്രീ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വന്ന് കുറേ പേര് ജോയിൻ ചെയ്യും, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച്. ഈ 1000-ൻ്റെ അകത്ത് ഒരു 500 പേരോ 200 പേരെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തെന്ന് കണക്ക് കൂട്ടുക. ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടൊരു 10,000 പേരെ കുറേ കാലത്തിനുള്ളിൽ കിട്ടിയെന്ന് കരുതുക. ഒരാൾ ഓൺ ആൻ ആവറേജ് ഒരു 2 ട്രേഡ് ഒരു ദിവസം നടത്തിയാൽ തന്നെ 20 രൂപയാണ് പെർ ട്രേഡ് ബ്രോക്കറേജ് വരുന്നെങ്കിൽ തന്നെ 4 ലക്ഷം രൂപ ഇവിടെ ബ്രോക്കറേജ് മാത്രമായി. അതിൻ്റെ ഒരു 75% എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ ഒരു ട്രേഡിംഗ് ഡേയിൽ അതിന് വരുമാനമായി മാറി. സ്വന്തമായി ട്രേഡിംഗ് നടത്തുന്നതിനേക്കാളും വളരെ ലാഭവും സുരക്ഷിതവുമാണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിച്ചിട്ട് ഓരോ ദിവസവും ഒരു 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ. ഇതൊരു തട്ടിപ്പായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള അതിബുദ്ധിമാന്മാർ ഇന്നത്തെ രീതിയിൽ ബിസിനസ്സുകൾ പലതും നടത്തുന്നുണ്ട്. ഇതിനകത്ത് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇതിനകത്ത് ജോയിൻ ചെയ്തവർക്ക് ലഭിക്കുന്ന ടിപ്പുകളൊക്കെ നല്ലതും ആത്മാർത്ഥതയുള്ള ടിപ്പുകളുമാണെങ്കിൽ, പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ അകത്ത് 90% ഇങ്ങനെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നവരും കൊടുക്കുന്ന ടിപ്പുകൾ അവർ ട്രേഡ് ചെയ്യിപ്പിക്കണം ക്ലയൻസിനെ കൊണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ കൊണ്ട് എന്നുള്ള ഒറ്റ കാരണത്തിൽ കൊടുക്കുന്ന ടിപ്പുകളാണ്. അല്ലാതെ ട്രേഡ് ചെയ്യാൻ കഴിയാത്ത പല ദിവസങ്ങളും ഉണ്ടാകാം. ആ ദിവസം പോലും 10ഉം 25ഉം ഈ സ്റ്റോക്ക് അഡ്വൈസേഴ്സ് ടിപ്സ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുമുണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം കൂടുതൽ ട്രേഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അവരെ വിശ്വസിച്ച് വന്നെത്തിയിരിക്കുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇതേപോലെയുള്ള അതിബുദ്ധിമാന്മാരെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. പലരും നിങ്ങളുടെ വഴിക്ക് വന്നേക്കാം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു തട്ടിപ്പിൻ്റെ കഥയുമായി മറ്റൊരു ദിനം നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.